ലോക ചരിത്രത്തില് പലതരം യുദ്ധങ്ങളില്ല. ചരിത്ര അതീത കാലം മുതല് മനുഷ്യന്മാർ തമ്മിൽ പലതരം യുദ്ധങ്ങള്, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങള്, അതുപോലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങള്, നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങള്, പലതരം യുദ്ധങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോ പട്ടിണി കൊണ്ടുള്ള യുദ്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മതപരമായ കാരണങ്ങൾ കൊണ്ടുള്ള കുരിശ് യുദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, മതപരമായ കാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വേച്ഛാധിപതിക്ക് എതിരായിട്ടുള്ള യുദ്ധങ്ങളായിരിക്കാം. അങ്ങനെ പല എക്സെട്ര, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകത്ത് പല പല യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് ഒരാഴ്ചയായിട്ട് ഒരു യുദ്ധം കാണുന്നുണ്ട് അല്ലേ. ഏതാണ് ആ യുദ്ധം? അത് വേറെ ഒരു യുദ്ധമല്ല, ഫ്ലക്സ് യുദ്ധമാണ്. ഇതുവരെ ലോക ചരിത്രത്തിൽ കേൾക്കാത്തൊരു യുദ്ധമാണ് ഈ ഫ്ലക്സ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലക്സ് യുദ്ധമെന്നും അതിൻ്റെ ഡീറ്റെയിലൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഫ്ലക്സ് യുദ്ധത്തിൻ്റെ ചില വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ആ വീഡിയോയ്ക്ക് ഒന്ന് നോക്കാം. KC വേണുഗോപാൽ അഖിലേന്ത്യാ ഭാരവാഹിയാണ്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കും. എൻ്റെ പിന്തുണ ഞാൻ എപ്പോഴും, ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ ഞാൻ എന്നും അധ്വാനിക്കുന്നവർക്ക് കൂലി കിട്ടണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ല, അത് ശരിയല്ല. ഇങ്ങനെ ഒരു ഫ്ലക്സ് വയ്ക്കലും അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ അതിലേറെ ഞാൻ മോശമായിട്ട് കാണുന്നത്. ഇപ്പോൾ നമുക്ക് നേതാവിനോട് ബഹുമാനമുണ്ട്, അത് ബഹുമാനം പുറത്ത് കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഒരു നേതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഫ്ലക്സ് വയ്ക്കുന്നത് അത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ അതേ സമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ അതേ സ്റ്റാറ്റസുള്ള മറ്റൊരു നേതാവിന് കുറ്റം പറയുമ്പോഴും അത് തെറ്റാണ്. അത് തെറ്റാണ്. ഫ്ലക്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്തിട്ടല്ല പാർട്ടി ദീപം തീരുമാനിക്കുന്നത്. അത് അധികമാണ് ഇതിന് നയിച്ചത്. 100 എന്നുള്ള സംഖ്യ ആദ്യം പറഞ്ഞ അധികമാണ്. എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് കൺസിഡർ ചെയ്യുന്നത്. ശ്രീ രമേശ് ചെന്നിത്തല സീനിയറായിട്ടുള്ള ആളാണ്. KC വേണുഗോപാൽ അഖിലേന്ത്യാ ഭാരവാഹിയാണ്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികള് 3 പേര് വളരെ വീരോചിതമായി പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിൽ വളരെ ഇന്റിമേറ്റ് ഫ്രണ്ട്സാണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തില് അണികളെ വെച്ച് മറ്റേ ഫ്ലക്സ് ഒട്ടുക, വേറൊരാളുടെ ഫ്ലക്സ് ചീന്തിക്കളയുക, വേറൊരാളുടെ ഫ്ലക്സ് മറ്റേ കരിയോയിലൊഴിക്കുക, അയാളെ അവഹേളിക്കുക, വേറൊരാളുടെ ഫ്ലക്സിൽ പൂമാലിയും എല്ലാം ഇട്ടിട്ട് ഇതാക്കുക അല്ലേ. അങ്ങനെ മൊത്തം വലിയ വലിയ ഫ്ലക്സുകൾ വെക്കുക. മൊത്തം പല അവിടെ നിന്നും പല എന്താ പറയുക ഫ്ലക്സ് യുദ്ധം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഫ്ലക്സ് യുദ്ധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അല്ലേ. പക്ഷെ ഇവരെല്ലാവരും പോകുന്ന സമയത്ത്, അപ്പോൾ പത്രക്കാരൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവരെന്താ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയും അല്ലേ. ഞങ്ങൾ ഭയങ്കര തേനും പോലാണ്, ഞങ്ങൾ വളരെ ഭയങ്കര ഇന്റിമസി എന്നൊക്കെയാണെന്ന് പറയുന്നത്. മനസ്സിലായ? അത് കഴിഞ്ഞ് വീണ്ടും തമ്മിലടി, എന്താ പറയാ, പൊള്ളി പിടിക്കലൊക്കെയാണ് മെയിൻ ഇത്. പിന്നെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിക്ക് വിളിക്കുന്ന സമയത്ത് ഈ 3 പേര് ബന്ധവൈരികളാണ് അല്ലെ. പാമ്പിൻ കീരിനെ പോലെയാണ് ഈ 3 പേര്. പക്ഷെ അതിൽ ഏറ്റവും രസകരമായ ഒരു തമാശ എന്ന് പറയുന്നത്, ഇവര് എയർപോർട്ടില് ഡൽഹിക്ക് പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഡൽഹിക്ക് വിളിക്കുക. ഹൈക്കമാൻഡ് ഡൽഹിയിലാണ്. അപ്പൊ അവിടെ പോയിട്ട് ഈ 3 കച്ചറകളിനെയും കൂടിയിട്ട് ചർച്ചയാണ്. ശരിക്കും എൻ്റെ അഭിപ്രായത്തില് ഈ ഹൈക്കമാൻഡ് പറയുന്ന, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പറയുന്ന ആളുകളെ സമ്മതിക്കണം. എന്താ പറഞ്ഞാൽ മൊത്തം കച്ചറകളാണ്. ഈ കച്ചറകളിനെ ഒരുമിച്ച് 3 പേരിനെ ഒരുമിച്ച് കൊണ്ടിട്ട് ഇരുത്തി സംസാരിക്കുക. അത് വളരെ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണില്ല. ചിലപ്പോൾ അവിടെ കടിപിടിയും, ഒരാളെ ചെവിയിൽ കടിച്ചു പിടിച്ച് കളിക്കലും,
ഒരാളുടെ മാന്തലും പിച്ചിലൊക്കെ കടിക്കലൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നത്. പക്ഷെ പുറത്ത് പത്രക്കാരുണ്ടല്ലോ, പുറത്ത് വരുന്ന സമയത്ത് അവർ തോളി കയറ്റിട്ട് ഞങ്ങളെ ഭയങ്കര തേനും പോലാണ്, ഞങ്ങൾ തമ്മിൽ വളരെ ഇന്റിമസി ആണെന്ന് പറയും. എന്താ അവസ്ഥ അല്ലേ? പിന്നെ അതിൽ ഏറ്റവും വലിയ ഇതില് ഒരു കോമഡി പറയണത് എന്താ അറിയോ, ഇവര് ഡൽഹിക്ക് പോകുന്ന സമയത്ത് മൂന്നാള് കൂടിയിട്ട് എയർപോർട്ടില് മൂന്നാള് കൂടിയിട്ട് ഒരുമിച്ച് അവിടെ എത്തും, ഒരുമിച്ചായിരിക്കും പോകുന്നത്. അവിടെ നിന്ന് 3 പേര് കൂടിയിട്ട് ടാറ്റ കാണിക്കുന്ന ഒരു സീനുണ്ട് എയർപോർട്ടിലേക്ക് ഡൽഹിക്ക് പോകുന്ന സമയത്ത്. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര്, എനിക്ക് തോന്നുന്നത് ഇവര് വിമാനത്തിനുള്ളിൽ അടി കൂടുണ്ടോന്നാണ് ഡൗട്ട്. അങ്ങനെ അവിടെ എത്തി എന്തായിരിക്കും അവിടെ അവസ്ഥ? അത് മറ്റേ ഹൈക്കമാൻഡിന് മനസ്സിലായിട്ട് ഈ 3 പേരുടെയും കൂടി ഒരുമിച്ച് ചോദ്യം ചെയ്യാം, മീൻസ് ചർച്ച നടത്തുക പറഞ്ഞാൽ എന്തായാലും ഇവര് അടിപിടിയാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഓരോരുത്തരെ വിളിച്ചിട്ട് ഇപ്പൊ സെപ്പറേറ്റ് ചോദ്യം ചെയ്യുക, മറ്റേ എന്താ പറയാ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? അതായത് ഒരുമിച്ച് കൊണ്ടിട്ട് ഒരുപാട് മണിക്കൂർ ഇവരെ കൊണ്ട് ചർച്ച നടത്താൻ ഹൈക്കമാൻഡിന് ധൈര്യമില്ല. എന്താ പറയുക, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതാണ് അവസ്ഥ അല്ലേ? അവര് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടുന്ന് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അവിടെ കയറി കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അപ്പോ ജനങ്ങള് വളരെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ വളരെയേറെ ഇതായത് കൊണ്ട് തന്നെ മാധ്യമങ്ങളെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുകയില്ല. ഇപ്പോഴൊക്കെ പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വളരെ ഇതാണ്, കണ്ണിങ് ആണ് അല്ലേ? അപ്പോ ജനങ്ങള് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ന്യൂസുകള്. ഇപ്പൊ ഇവരുടെ കാട്ടിക്കൂട്ടലുകളും അവസ്ഥകളും എല്ലാം കണ്ടിട്ട് സാധാരണ ജനങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഇതുപോലത്തെ ഇടിക്കുശുമാണ്ടങ്ങളിലാണല്ലോ നമ്മളെ തെരഞ്ഞെടുത്ത് വിട്ടത്. ഒരു എന്താ പറയാ പല പ്രശ്നങ്ങള്, എന്താ പറയാ പ്രശ്നങ്ങള് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ 2 പേര്, ഇപ്പൊ ഒരാളെന്ന് പറയുന്നത് എന്താണ്, ഒരു അഖിലേന്ത്യാ നേതാവാണ് അല്ലെ, KC എന്ന് പറയുന്നത്. KC, RC, VD ഇവരുടെ 3 മറ്റേ എന്താ പറയാ യുദ്ധത്തിലെ 3 ഭടന്മാര്, 3 വ്യത്യസ്ത ധ്രുവങ്ങളാണെന്ന് മാത്രം. KC എന്ന് പറയുന്നത് അഖിലേന്ത്യാ നേതാവാണ് അല്ലെ. അപ്പൊ VD എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയില് VD സതീശൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. അഖിലേന്ത്യാ നേതാക്കന്മാരില് അഖിലേന്ത്യാ നേതാല് KCക്ക് വളരെയേറെ ഇതില്ല. പല പ്രശ്നങ്ങളും കോൺഗ്രസിന്റെ തന്നെ പല പ്രശ്നങ്ങളും ഒത്തീർപ്പാക്കിയതും, അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അഖിലേന്ത്യാ AICC നേതാവ് എന്ന നിലയ്ക്ക് പല പ്രശ്നങ്ങളും അദ്ദേഹം വളരെ സജീവമായി നിൽക്കലും അത് വിജയങ്ങൾ കൈവരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇവിടുത്തെ ചുമതല കേരളത്തിലെ മറ്റേ VD സതീശനാണല്ലോ. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് VD സതീശന്റെ കാര്യങ്ങൾ മാത്രമേ കൂടുതൽ അറിയുള്ളൂ. നേതാക്കന്മാർക്ക് മാത്രമേ മറ്റേ KCയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അറിയുള്ളൂ. പിന്നെ രാഷ്ട്രീയം കൂടുതൽ അറിയുന്ന ആളുകൾക്കും. ഈ 2 പേരുടെ ഇടയിൽ എന്താ പറയാ, അതില് എന്താ പറയാ പഴയ മറ്റേ മുട്ടനാടിന്റെ കഥ കേട്ടിട്ടില്ലേ? അതായത് 2 മുട്ടനാട് ഇടിക്കുന്ന സമയത്ത് മറ്റേ അതിൻ്റെ ഇടയിൽ രക്തം വരുന്നില്ല. രക്തം വരുന്ന സമയത്ത് അത് ഊറ്റി കുടിക്കുന്ന മറ്റേ കുറുക്കനായിട്ടാണ് നമ്മുടെ അടുത്ത ആളെന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. എന്താ പറയാ, ഈ 2 പേര് കൂടെ പോയിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ എന്തെങ്കിലും കിട്ടിയാലോ, ഏത് സിനിമയിൽ പറയും പോലെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രമേശ് ചെന്നിത്തല പോയിരിക്കുന്നത്. ശരി, അതിലിപ്പോ പകുതി മുക്കാൽ ആളുകളും ഇപ്പോ നമ്മുടെ കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, ശരി KC എന്ന് പറയുന്നതും VD എന്ന് പറയുന്നതും കരുത്തുറ്റ നേതാക്കന്മാരാണ്, അതിൽ യാതൊരു സംശയവുമില്ല അല്ലേ? KC എന്ന് പറയുന്നതും മറ്റേ എന്താ പറയാ VD എന്ന് പറയുന്നതും വളരെ കരുത്തുറ്റ നേതാക്കന്മാരാണെന്ന് യാതൊരു സംശയമില്ല. പക്ഷെ ഇതിന്റെ ഇടയില് ഈ RC എന്തിനാ പോയത്, അല്ലെ രമേശ് ചെന്നിത്തല എന്തിനാ പോയതാണ് ആർക്കും മനസ്സിലാകാത്തത്. മൂപ്പര് പറയുന്നത് ഞാനാണ് ഏറ്റവും സീനിയർ, ഈ 3 പേരിൽ ഏറ്റവും സീനിയർ ഞാനാണെന്നാണ് മൂപ്പരിന്റെ അവകാശവാദം. എന്തായാലേ ഇതുപോലെ ഒരു കോമഡി. എന്നാ പിന്നെ കോൺഗ്രസിലെ പ്രവർത്തിച്ച പിന്നെ ഗാന്ധിയന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അപ്പൊ അവരില്ല ഏറ്റവും വലിയ സീനിയേഴ്സ്. അപ്പൊ അവർക്കും നിൽക്കാലോ, അവർക്കും അവകാശവാദം ഉന്നയിക്കാലോ. അപ്പൊ 3 പേരും ഇപ്പൊ ഫ്ലക്സുകള് ഓട്ടുക അല്ലെ, അണികളെ വെച്ചിട്ട് പരമാവധി കത്തിക്കുക. മീൻസ് അപ്പൊ ഒരു ചങ്ങാതി മറ്റേ പെട്രോൾ ഒഴിച്ച്
എന്താ പറയാ വി ഡി സതീശനെ ആക്കിയില്ലെങ്കിൽ പെട്രോൾ വെച്ച് കത്തിക്കും പറഞ്ഞിട്ടുള്ള രംഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ ഒരു അവസ്ഥയിലായി. പിന്നെ മറ്റേ ടീമുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ ഒട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് കരിയോയിലും എല്ലാം ഒട്ടിച്ച് വേറെ ടീമുകൾ മൊത്തം വളരെ ഇതൊക്കെ കാണുന്ന സമയത്ത് സാധാരണക്കാർക്ക് തോന്നുന്നത് എന്താണ്, നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ 80-90 കിഡ്സിനൊക്കെ അറിയാം അല്ലെ, ഏതെങ്കിലും ഒരുത്തിനെ കുറിച്ച് എന്തെങ്കിലും അപവാദങ്ങൾ പറയണ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മൂത്രപ്പരയിലും ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും മതിലുകളിലൊക്കെ മറ്റേ കരിക്കട്ടയും കൊണ്ട് എഴുതി വെക്കില്ല, വളരെ മോശമായ ഭാഷയിൽ എഴുതി വെക്കും. അതുപോലെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് തെരുവില് എന്താണ് അംഗം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ മറ്റേ പോസ്റ്ററിന് നേരെ കരിയോയിൽ ഒഴിക്കുക, അല്ലെ ചാണകം തേച്ച് വയ്ക്കുക, അയാളെ കുറിച്ച് വല്ല മറ്റേ വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതുക. അപ്പൊ മറ്റേ ആളും എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരും അവരുടെ അണികളും എന്ത് ചെയ്യണേ, അതിന് കൗണ്ട് ചെയ്യുക. പിന്നെ മറ്റേ ആള് മൂന്നാമൻ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അയാളും ഇത് ചെയ്യുക. മൊത്തം അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു കോമഡി പീസായി മാറി. ആദ്യത്തെ 2-3 ദിവസം മറ്റേ വളരെ എന്താ പറയാ മിതമായ രീതിയിലാണ് 3 പേര് രംഗത്തിറങ്ങിയത്. അതായത് അവകാശവാദം ഉന്നയിച്ചു, ചിലപ്പോൾ കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ, ബിരിയാണി കിട്ടും എന്നുള്ള രീതിയിൽ നിന്നു. പിന്നീട് ഓരോ ദിവസം കഴിയുന്നവരും ഇത് വളരെ മോശകരമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ അണികളെ വെച്ചിട്ട് വളരെ പരിതാപകരമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ എന്താ പറയാ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക പറയില്ലേ, ആ രീതിയിൽ കാര്യങ്ങൾ പോയി. അപ്പൊ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ ഇങ്ങനെ തോന്നി തുടങ്ങും അല്ലേ? ഇപ്പൊ ജയിപ്പിച്ച ആളുകളെ ശരിക്കും വിഡ്ഢികളാക്കിയ പോലെ 3 പേരും കൂടിയിട്ട് അടിപിടി കൂടണ പോലെ അവസാന നിമിഷങ്ങളിലാകുന്ന സമയത്ത് 3 പേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പോലെയായി. മണിക്കൂർ കണക്കിന് ചർച്ചകളും മറ്റും നടത്തിയിട്ടും യാതൊരുവിധ തീരുമാനങ്ങളും 3-4 ദിവസങ്ങളായിട്ട് ആയിട്ടില്ല. അല്ലാത്തൊരു അവസ്ഥ തന്നെ അല്ലേ? അപ്പൊ ആദ്യത്തെ റൗണ്ടില് 1-2 പേര് ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻവലിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് എന്തായി, 3 പേരും കട്ടയ്ക്ക് നിൽക്കാൻ തുടങ്ങി. പിന്നെ അവരുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമായി. എന്നാൽ അവർക്ക് അണികൾ ഉണ്ടാകുമല്ലോ, ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാകുമല്ലോ, ആ ഗ്രൂപ്പുകളുടെ പ്രസ്റ്റീജ് പ്രശ്നമായി. ലാസ്റ്റ് 3 പേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു അവസ്ഥ സംജാതമായി. അപ്പൊ ഇതിന് പരിഹാരം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പരിഹാര ഫോർമുല ഞാൻ പറയാം. അതായത് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടല്ലേ, ഇപ്പൊ ഒരു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് കഴിഞ്ഞതിന് ശേഷം 2 പേര് വളരെ ഒപ്പത്തിനൊപ്പമായപ്പോ പണ്ട് എന്ത് ചെയ്തു, 2 പേരെയും ഒരു ഗോതി കൊണ്ടുവന്നിട്ട് 2 പേരെയും ഫൈറ്റ് ചെയ്യിപ്പിച്ചു. അതിൽ ആരാണ് ജയിച്ചു പറഞ്ഞാൽ അയാൾ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ. അതുപോലെ ഇനി 3 പേര് കട്ടയ്ക്ക് നിൽക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 3 പേരിന് ഒരു ഗോതിയില് അല്ലെങ്കിൽ നമ്മളെ ബോക്സിംഗ് റിങ്ങില്ലേ, ആ ബോക്സിംഗ് റിങ്ങിൽ കൊണ്ടുപോയി 3 പേരിനും കൊണ്ട് നിർത്തുക. അതിനൊക്കെ നമ്മളെ കേസിന്, വീടിന്, ആർസിന് ഇത് എന്ത് ചെയ്യുക, വിസിൽ ഊതുക. 3 പേര് ഫൈറ്റ് ചെയ്യട്ടെ. ആരാ ഫൈറ്റ് ചെയ്യണെന്ന് പറഞ്ഞാൽ, ഫൈറ്റിൽ ആരാ ജയിക്കണെന്ന് പറഞ്ഞാൽ അയാള് നമ്മുടെ കേരള മുഖ്യമന്ത്രി. എങ്ങനെയുണ്ട് ഫോർമുല? അപ്പൊ ആ രീതിക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജനങ്ങൾ ഇവരുടെ കോമഡികൾ കണ്ടുകൊണ്ട് എന്താ പറയാ, മറ്റേ ഇപ്പൊ സ്റ്റാർ മാജിക് കൊണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നില്ല കോമഡിയില്. ഇപ്പൊ ബാക്കിയുള്ള 9 മണിക്ക് ഒരുപാട് ചാനലുകളില് കോമഡി പരിപാടി തന്നെ അല്ല. അപ്പൊ ആ കോമഡി പരിപാടിയൊന്നും ഇപ്പൊ 9 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നില്ല. എന്താ കാരണം, അതിനേക്കാൾ ഏറ്റവും വലിയ കോമഡിയാണ് മറ്റുള്ള പരിപാടി അല്ലേ? ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ അവര് ഡൽഹിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതാ ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പൊ മറ്റേ KC എന്ന് പറയും. അപ്പൊ ബാക്കിയുള്ള 2 പേരിന്റെ അണികൾക്ക് വളരെ വിഷമവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് വീണ്ടും ചാനലുകൾ പറയും. ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പറയും. ഇപ്പൊ മാധ്യമങ്ങള്, ഈ മാധ്യമങ്ങള്, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആരെയും മോശപ്പെടുത്തുന്നില്ല കേട്ടോ, ആരുടെ അണികളെയും നിരാശപ്പെടുത്തുന്നില്ല. എല്ലാ ആളുകൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നല്ല ഇത് ലൈവിൽ നിൽക്കുള്ളൂ. അപ്പൊ ആദ്യം വീടിന്റെ ആളുകൾ, കേരളത്തിലെ വീടിന്റെ ആളുകളാണ് വളരെയേറെ നിൽക്കുന്നത്. VD സതീശൻ മിക്കവാറും മുഖ്യമന്ത്രിയാകും പറഞ്ഞിട്ട് രാവിലെ മുതൽ ഉച്ചവരെ അങ്ങനെ പറയും. അപ്പൊ ആളുകൾ വിചാരിക്കും മറ്റേ VD സതീശൻ തന്നെയായി മുഖ്യമന്ത്രി എന്ന് വിചാരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ബ്രേക്കിംഗ് ന്യൂസ്. എന്താണ് ബ്രേക്കിംഗ്? ഇതന്നെ ഒരു 3-4 ദിവസമായിട്ട് TV തുറന്നത് തന്നെ. അതിലെന്താണ് ബ്രേക്കിംഗ് ന്യൂസ്? അതായത് KC ആണ് മറ്റേ ഹൈക്കമാൻഡിന്റെ ഏറ്റവും കൂടുതൽ പരിഗണന
ഇപ്പോൾ KC ആണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയും. അത് ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് മുതൽ ഏകദേശം ഒരു 7 മണി വരെ, വൈകുന്നേരം 7 മണി വരെ KC ആയിരിക്കും. അപ്പോഴേക്കും രമേശ് ചെന്നിത്തലന്റെയും വീടിന്റെയും ആളുകളൊക്കെ ഇളകിയിട്ടുണ്ടാവും. പിന്നെ രാത്രിയാകുമ്പോൾ സമയത്ത് വീണ്ടും എന്തായി ചർച്ചയായി. അതായത് 7 to രാത്രി 12 മണി വരെ മറ്റേ രമേശ് ചെന്നിത്തലയാണ്, സീനിയോറിറ്റി രമേശ് ചെന്നിത്തലയാണ്. പിന്നെ രമേശ് ചെന്നിത്തല പഴയ വീരസാഹസി കഥകളൊക്കെ പറഞ്ഞിട്ട് അടുത്തത്. അപ്പോൾ ബാക്കി 3 ഫാൻസിനും ഒരു 24 മണിക്കൂറാകുമ്പോൾ 3 ഫാൻസിന് ഏകദേശം സന്തോഷമായി. ഏതെങ്കിലും ഒരാളിനെ ഉയർത്തി കാണിക്കുന്ന സമയത്താണല്ലോ അണികൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത്. 3 പേർക്കും സപ്പോർട്ടേഴ്സ് ഉണ്ട്, അല്ലെ 3 പേർക്കും നല്ല അണികളുണ്ട്. മനസ്സിലായ? നല്ല എന്താ പറയാ, ഫ്ലക്സ് ഓട്ടാനും കുറച്ച് പേര്, കരിയോയിൽ തേക്കാൻ കുറച്ച് പേർക്ക് മറ്റേ മണ്ണെണ്ണ ഒഴിച്ച് തലയിൽ കൂടെ പെട്രോൾ ഒഴിച്ച് നിൽക്കാൻ വേണ്ടി കുറച്ച് ഫാൻസുകാര്, 3 പേർക്കും കട്ടയ്ക്ക് നിൽക്കണം. അപ്പോൾ മറ്റേ മാധ്യമങ്ങളുടെ പണി എന്താണ്, ഈ 3 പേരിനെ ലൈവിൽ നിർത്തണം. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ മറ്റേ VD സതീശനാണെങ്കിൽ മറ്റേ വൈകുന്നേരം മുതൽ അങ്ങനെ മാറി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ ഏകദേശം നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും അവസാനത്തെ ദിവസം വരെ. ഇനിയും ആയിട്ടില്ല. ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കുമെന്ന് നമുക്ക് വരും സമയങ്ങളിൽ കാണാം. ഓക്കെ, എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫ്ലെക്സ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കുന്നത് നമുക്കിനി വരും മണിക്കൂറിൽ മനസ്സിലാക്കാം. വരും മണിക്കൂർ കണ്ടിപ്പോൾ കുറേ ദിവസങ്ങളായി. എത്രയും പെട്ടെന്ന് ഫ്ലെക്സ് യുദ്ധം അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെ ഈ രസകരമായ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ.